നമസ്കാരം. നമുക്ക് ഇന്നൊരു പൊരുത്ത സംവിധാനം നോക്കാം. ഇത് ആൺജാതകമാണ്. കുംഭലഗ്നം, 5-ൽ കുജൻ, 10-ൽ ബുധൻ, 11-ൽ ദേവി, ഗുരു, ശനി, 12-ൽ ചന്ദ്രനും ശുക്രനും. ഇവിടെ ലഗ്നം വന്നിരിക്കുന്നത് സ്ത്രീ ജാതകത്തിൽ തുലാത്തിലാണ്. 5-ൽ രവിയും ചന്ദ്രനും ബുധനും നിൽപ്പുണ്ട്. ശുക്രൻ 6-ൽ, 7-ൽ കുജൻ, മന്ദൻ, ലഗ്നത്തിൽ ഗുരു. അപ്പോൾ പൊരുത്തം പരിശോധിക്കാം. അതിനു മുമ്പ് ഇവരുടെ ലഗ്നത്തിന് രണ്ടുപേരുടെയും ബലം ഉണ്ടോ എന്ന് നോക്കാം. ലഗ്നത്തിന് ബലം ഇല്ല എങ്കിൽ അത് കൂടുതൽ ക്ലേശങ്ങൾ, കഠിനാധ്വാനങ്ങൾ വേണ്ടി വരും. കുംഭലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ 11-ൽ ആശ്രയ രാശിയാധിപനുമായ ഗുരുവുമായി യോഗം ചെയ്ത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി. ലഗ്നത്തിന് ബലമുണ്ട്. 2-ഉം 11-ഉം ഭാവാധിപനായ ഗുരു സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാമാന്യം തെറ്റില്ലാത്ത വിദ്യാഭ്യാസം കിട്ടിയിരിക്കാം. വിദ്യയുടെ കാരകനായ ബുധൻ തന്നെ 10-ൽ നിൽക്കുന്നു. 10-നും ഗ്രഹബന്ധമുണ്ട്. തൊഴിലും അഭ്യസിച്ച വിദ്യക്കനുസരിച്ചുണ്ടായിരിക്കാം. സാമാന്യം തെറ്റില്ല എന്ന് ബോധ്യമാകുന്ന ജാതകം. ഇവിടെ ലഗ്നത്തിൽ ദിഗ്ബലത്തോടുകൂടി ഗുരു നിൽക്കുന്നു. ദിഗ്ബലത്തോടുകൂടി ശനി 7-ൽ നിൽക്കുന്നു. ലഗ്നാധിപനായ ശുക്രൻ ഉച്ചൻ. ശുക്രനും ലഗ്നാധിപനും ഗുരുവും തമ്മിൽ പരസ്പരം പരിവർത്തനം. തെറ്റില്ലാത്ത ജാതകമാണ്. പക്ഷേ രണ്ട് ജാതകങ്ങൾക്കും ബലമുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ഒരു കെമിസ്ട്രി, രസതന്ത്രം രൂപപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. വ്യക്തിത്വമുള്ള എത്രയോ പേരാണ് വേർപിരിഞ്ഞിട്ടുള്ളത്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെ. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ 7 നോക്കിയപ്പോൾ 7-ാം ഭാവപതി രവി ലഗ്നാധിപൻ ശനിയുമായും ഗുരുവുമായും യോഗം ചെയ്ത് 11-ൽ നിൽക്കുന്നു. ശനിയുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു. അത് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും ശനി ലഗ്നാധിപനാകും. ആശ്രയ രാശ്യാധിപനോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ 7-ന് മാത്രമല്ല, ഗുരുവിന് 7-ാം ഭാവപതിയുമായി യോഗം ചെയ്യുന്നു. ഗുരു 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഒരു ശുഭബന്ധം കൂടെ ഉണ്ട്. 7 പാപപങ്കിലമല്ല ആൺജാതകത്തിന്. പക്ഷേ സ്ത്രീ ജാതകത്തിൻ്റെ 7 നോക്കുമ്പോൾ അഗ്നിമാരുത യോഗം പ്രദാനം ചെയ്ത് ശനിക്ക് ദിഗ്ബലം ഉണ്ടെങ്കിലും നീചത്തിൽ, കുജനുമായി യോഗം ചെയ്ത് നീചത്തിൽ നിൽക്കുകയാണ്. 7 വൈഷമ്യമേറിയതാണോ? ഇവർ തമ്മിൽ വിവാഹം കഴിക്കുകയും അത് ഒരുമിച്ച് പോവുകയും ചെയ്തിട്ടുണ്ടോ? അവർ വേർപിരിഞ്ഞിട്ടുണ്ടോ? വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ത്? ഒരുമിച്ച് ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമെന്ത്? അതിലേക്ക് നമുക്കൊരു അന്വേഷണം ആരംഭിക്കാം. 1960-ൽ ജനിച്ച ഈ പുരുഷ ജാതകവും 1970-ൽ ജനിച്ച ഈ സ്ത്രീ ജാതകവും തമ്മിൽ വിവാഹിതരായിട്ട് ഏകദേശം 3 പതിറ്റാണ്ടോളം കഴിഞ്ഞു. 3 പതിറ്റാണ്ടോളം കാലം അവർ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിച്ചു വരികയുമാണ്. എന്തായിരിക്കും കാരണം? ഈ സ്ത്രീ ജാതകത്തിലെ ശനികുജ ബന്ധം ഇവരെ ബാധിച്ചില്ലേ? ഇതാണ് രണരണീ പൊരുത്തം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ കാലക്കേടുകളും മാറിക്കൊള്ളുമെന്ന് പറയുന്നത്. എന്താണ് രണരണീഭാവം അല്ലെങ്കിൽ ഘടനാ പൊരുത്തം? ഒരാളിൻ്റെ 7-ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ ഉച്ചരാശിയിലോ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ വരണം. രണ്ടുപേർക്കും പരസ്പരം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു നല്ലൊരു ബന്ധമാണ്. ഒരാളിനെങ്കിലും ഉണ്ടായിരിക്കണം. ആ ബന്ധം ഈ ജാതകത്തിൽ നമുക്കുണ്ടോ എന്ന് നോക്കാം. ലഗ്നാധിപന്റെ 7-ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ ഉച്ചരാശിയിലോ
നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ ഉണ്ടായിരിക്കണം. ഇയാളുടെ 7ാം ഭാവപതിയുടെ നീചരാശിയിൽ സ്ത്രീ ജാതകത്തിൽ ലഗ്നം വന്നിരിക്കുന്നു. അത് നല്ലൊരു ബന്ധാണ്. ഏഴാം ഭാവപതി ലഗ്നാൽ 7ാം ഭാവപതി നിൽക്കുന്ന രാശിയിലോ ഉച്ചരാശിയിലോ നീചരാശിയിലോ മറ്റേയാൾക്ക് ലഗ്നമോ ചന്ദ്രനോ വന്നിരിക്കണം. 7ാം ഭാവപതിയുടെ ഉച്ചരാശിയിൽ മറ്റേയാൾക്ക് ചന്ദ്രൻ വന്നിരിക്കുന്നു. പരസ്പരം ഘടനാപൊരുത്തം ഉണ്ട് എന്നർത്ഥം. പിന്നെ ഇവിടെ ഒരു അഗ്നിമാരുത യോഗം നമ്മൾ കണ്ടു. ഇത് അഗ്നിമാരുത യോഗം 7ാം ഭാവപതി 7ലുണ്ട്. ചൊവ്വ 7ാം ഭാവപതിയാണ്. ഭാവപതി ഭാവവുമായിട്ട് ബന്ധപ്പെടുന്നത് ആ ഭാവത്തിന് പുഷ്ടിമയ പറയുക, പാപനായാലും ശുഭനായാലും. മാത്രവുമല്ല, ഈ ലഗ്നക്കാരൻ്റെ 4ഉം 5ഉം ഭാവപതി എന്ന് പറയുന്നത്, അതായത് യോഗകാരകൻ എന്ന് പറയും, പാപത്വം കുറയും. ശനി തുലാ ലഗ്നക്കാരൻ്റെ യോഗകാരകനാണ്. 7ൽ നിൽക്കുമ്പോൾ ശനിക്ക് ദിഗ്ബലവും ഉണ്ട്. ഈ മട്ടിലാണ് നമ്മൾ ഇത് കാണേണ്ടത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ രണരണീ ഭാവം കൊണ്ടൊരു പൊരുത്തം വന്നു? പക്ഷെ പഴയ സമ്പ്രദായം അനുസരിച്ച് ഇവർ പാപസാമ്യം നോക്കുന്നവർ ഇവിടെ 2 പാപം നിൽക്കുന്നത് കൊണ്ട് മറ്റേയാളിലും പാപം 7ലുള്ളവരെ ചേർത്ത് കൊടുക്കും, അടിയുറപ്പും. നോക്കൂ, ഇതിൽ 7ൽ പാപബന്ധമില്ല. ഈ മട്ടിലാണ് പൊരുത്തം നോക്കേണ്ടത്. നന്ദി.